ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മിററിലൊക്കെ നല്ല എന്തൊക്കെയോ പാട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോകുവാണ്. ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് ബസ്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലം കൂടെ കറങ്ങാനുണ്ട്. അത് ഫുള്ള് കറങ്ങിയിട്ട് 6:30 ആകുമ്പോൾ നമ്മൾ വീണ്ടും നേരെ ഡൽഹിക്ക്. ഇപ്പോൾ രാവിലെ ചിപ്പ് ബാഗിൽ രാവിലെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഇവിടുത്തെ ഫുഡ് പറ്റുന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കും, ബാത്റൂമിൽ പോകും. എൻ്റെ പൊന്നോ, ഇന്നലെ എന്നിട്ട് രാത്രി ഒരു ചപ്പാത്തി ഞാൻ കഴിച്ച് വിശന്നിരിക്കേണ്ടെന്ന് ഓർത്തിട്ട് കഴിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇന്ന് രാവിലെ അങ്ങനെ തന്നെ ഒരു പൂരിയുടെ പകുതിയും കുറച്ച് കറിയേ കഴിച്ചുള്ളൂ. അപ്പം തന്നെ വയറിന് പ്രശ്നം. ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവർക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് മാത്രമാണ് പ്രശ്നം. എൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പം ഞങ്ങളിന്ന് പോവുകയാണ്. അപ്പം ഈ വ്യൂവിനോട് ഇന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു. വണ്ടി വന്നു, അതിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. ഈ വണ്ടിയിൽ ഏതോ ഒരു മല, ആ മല വരെ പോകണം. പാരാഗ്ലൈഡിങ് ചെയ്യുക എന്നത് ഞങ്ങളുടെ 2 പേരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഒരു ബക്കറ്റ് ലിസ്റ്റാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ ചെയ്യണമെന്ന് നമുക്ക് 2 പേർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും ഡ്രൈവർ ചെറുതായിട്ട് നമ്മളെ ഒന്ന് പറ്റിച്ച്. ശരിക്കും ഈ ഡ്രൈവറിൻ്റെ ഐഡിയ പിന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത്. ഓരോ ഷോപ്പ് നമ്പറാണ് ഇവിടെ. അപ്പോൾ ഇയാൾക്ക് പറ്റിയൊരു കടയിൽ കൊണ്ട് നിർത്തി. അവിടെ 2000 എത്രയാണ് പറഞ്ഞത്, 2800 ഒരാൾക്ക് പറഞ്ഞത്. പിന്നെ ഷിനാജും മറ്റവനും കൂടെ ബാർഗെയിൻ ചെയ്തിട്ടാണ് അത് ഒരാൾക്ക് 2000 എത്തിച്ചത്. ഇവിടെ എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കുറച്ച് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ നോക്കിക്കോ. പിന്നെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട 2-3 കപ്പിൾസ് ഇല്ലേ, അതിൽ ഒരു കപ്പിൾസിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് ഒരാൾക്ക് 1500 വെച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ 1-2-3 ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് വേണമായിരുന്നു നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വയറിനെന്താ പറ്റി? ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂസ് മോഷൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഗുളികകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് 2 ഗുളിക ഞാൻ കഴിച്ചപ്പോഴാണ് ഏറെക്കുറെ ഞാൻ ഓക്കെ ആയത്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയെടുത്തുന്നത് അവരുടെ വണ്ടിയാണിത്. ഇതിൽ കയറിയിട്ട് വേണം നമ്മൾ ആ മലയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫുൾ ഓഫ് റോഡായിരുന്നു. നമ്മൾ നല്ലപോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. ഞാൻ ആ സൈഡിൽ നിന്നതായിരുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ ചില്ലകൾ എൻ്റെ ഇങ്ങനെ കയ്യിൽ മുഖത്ത് അടിച്ചു കൊണ്ടപ്പം ഷിനാജ് എന്നെ അവിടെ പിടിച്ചിരുത്തിയതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിന്നായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നല്ല റോഡാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഭയങ്കര സ്പീഡിലാണ് നമ്മുടെ ഈ വണ്ടി പോണത്. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പെർ ഹെഡ് 2000 രൂപയാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടായത്. നമ്മൾ 4 പേര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റക്കൊറ്റക്കാണ് നമ്മൾ 4 പേരെയും കൊണ്ടുപോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ താഴത്തോട്ട് പറക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ചധികം മലയാളി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അതായത് കോളേജ് ടീംസ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വന്ന റൂട്ട് നല്ല ഓഫ് റോഡ് റൂട്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല പൊടിയായിരുന്നു. നമ്മുടെ ജാക്കറ്റിലും ഡ്രസ്സിലും ഒക്കെ അത്യാവശ്യം നല്ല പൊടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. ടെൻഷൻ ഉണ്ടാകുന്ന ചോദിച്ചാൽ ചെറിയ ടെൻഷനും അതിൻ്റെ കൂടെ നല്ല രീതിയിൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവലിലാണ് ഇപ്പം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതാ സായിപ്പല്ലേ, ടെൻഷൻ ഉണ്ട് കേട്ടോ ഷിനാജ്. യൂട്യൂബറല്ലേ നീക്കുണ്ട്. ഓക്കെ 1 മിനിറ്റ് വീഡിയോ. Don't touch any lock, okay, man? You want video? എന്താ പറയല്ലേ, നല്ല ടെൻഷൻ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പ്രശ്നമാവോ? മറ്റേത് പ്രശ്നമാവോ? അതിപ്പോ വലിയ കുഴപ്പം തോന്നുന്നു. ഇവിടെ കുറെ മലയാളീസ് ഉണ്ട്. അവിടെ അതൊക്കെ റെഡി ആയിട്ട് നിൽക്കും. ലോക്കിലൊന്നും തുടരുതോന്ന് അവർ പറഞ്ഞത്. ഇതെടുക്കാ ഇറങ്ങി പോണ്ട്. ഉണ്ട് എന്നെ എടുക്കണ്ട്, വിഷയാക്കണ്ട. അതാ മുമ്പ് അടുത്ത് പോയിക്കൊണ്ടിരിക്കണ്. എല്ലായിടത്തും ഓരോ ഗോപ്രോ വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഗോപ്രോ. സിനിമാറ്റിക്കിലെടുത്ത് 1 2 3 run.
അങ്ങനെ മക്കളെ ഇതേ ഞാനും പറന്ന്. ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കപ്പിൾസിൽ അവനല്ല ഷിനാജാണ് ആദ്യം പോയത്. പിന്നെ അവൻ പോയി. മൂന്നാമതാണ് ഞാൻ പോയത്. ഞാൻ കഴിഞ്ഞിട്ടാണ് അവൾ എൻ്റെ പുറകെ വന്നത്. ആ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അവർ പറയും ഓടിക്കൊണ്ടേ ഇരിക്കണം, ഇരിക്കരുത്, നിൽക്കരുതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് തട്ടി. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ സ്റ്റിക്കിൽ പിടിച്ചേക്കുന്നത് ഗോപ്രോ ആണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു വീഡിയോ വേണമെന്ന് ചോദിക്കും. ഇതേപോലൊരു സംഭവത്തിൽ കയറിയിട്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സായിട്ടുള്ള കാര്യമല്ലേ. മസ്റ്റായിട്ടും വീഡിയോ എനിക്ക് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഗോപ്രോ നമ്മൾ ഇങ്ങനെ ഇടുന്ന ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ കെട്ടിയിട്ടിട്ടായിരിക്കും ഈ ഗോപ്രോൻ്റെ സ്റ്റിക്ക് തരുന്നത്. അതുകൊണ്ട് കയ്യിൽ നിന്ന് താഴത്തൊന്നും പോകത്തില്ല കേട്ടോ. നല്ല സേഫായിട്ട് തന്നെ നമുക്ക് പിടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷിനാജും കൂടെ ഒരെണ്ണത്തിൽ കയറിയിരുന്നെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായനെ. പക്ഷേ അത് ഒട്ടും പോസിബിൾ അല്ലല്ലോ, ഒരെണ്ണത്തിൽ ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇടക്കിടക്ക് എന്നോട് പറയും ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട, ഈ കാഴ്ചകൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ആൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ ഇങ്ങനെ കുറഞ്ഞു വന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് റിസ്ക് പോലെ നമുക്ക് തോന്നും. പക്ഷെ പറന്ന് കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. വേറൊരു ലോകത്തിലെത്തിയ പോലെ തോന്നും നമുക്ക്. എല്ലാം മറന്ന് നല്ല സമാധാനപരമായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കാം. ഒട്ടും പേടിക്കേണ്ട കേട്ടോ. ആരെങ്കിലും കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കയറണം. പേടിച്ചൊരിക്കലും ബാക്കോട്ട് നിൽക്കരുത്. മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് അപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അത് കണ്ടാന്നൊക്കെ പറയുന്നത്. ഇതിലിങ്ങനെ പ്രത്യേകതരം ഫ്ലൈകളുണ്ട്, അതായത് മീഡിയം, ലാർജ്, എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി അവിടുന്ന് കയറാൻ നേരത്തെ എന്നോട് ചോദിച്ചപ്പം ഞാൻ നോർമൽ മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ വെച്ച് പുള്ളി വീണ്ടും ചോദിച്ചപ്പം എൻ്റെ എന്തോ ഒരു ബോധത്തിൽ ഞാൻ മീഡിയം മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധവും അതൊന്നും ഇല്ല കേട്ടോ. നമ്മളതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്ന്. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഞാനിതിൽ കയറുവാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഞാൻ ആ ഒരു സംഭവം എടുക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കും. അതിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Okay. ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഓടി വന്ന് ഷിനാജിനോട് ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഷിനാജ് പറഞ്ഞില്ല, എനിക്ക് നോർമൽ ഫ്ലൈ ആയിരുന്നെന്ന്. പക്ഷേ ഇത് എടുക്കണമായിരുന്നെന്നാണ് ഞാൻ ഷിനാജിനോട് പറഞ്ഞത്. എക്സ്ട്രാ നമ്മൾ 10,000 രൂപ കൊടുക്കേണ്ടി വന്ന്. പിന്നെ വീഡിയോക്ക് എക്സ്ട്രാ വേറെ 500 കൊടുക്കേണ്ടി വന്നു. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കപ്പിൾസ് 500, ഒരാളുടെ വീഡിയോക്ക് 500 എന്ന് കേട്ടപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞ് മാറി നിന്ന്. എനിക്ക് എന്തായാലും മസ്റ്റായിട്ടും വീഡിയോ വേണമെന്ന് ഞാൻ ഷിനാജിനോട് പറഞ്ഞു. എനിക്ക് യൂട്യൂബിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളും വേണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ അടുത്ത് വരും. 2 പേരുടെ വീഡിയോ ഇത്ര പൈസ കുറവിൽ തരാമെന്നും പറഞ്ഞ് മറ്റവരങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നപ്പം അവർക്ക് 2 പേരുടെയും കൂടെ 600 രൂപക്ക് കിട്ടി. പക്ഷെ ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് അപ്പം തന്നെ എടുക്കേണ്ടി വന്നതുകൊണ്ട് ഷിനാജിൻ്റെ വീഡിയോ കിട്ടിയില്ല. ഷിനാജ് അതിൽ കയറി ഒരു വീഡിയോ ഫോട്ടോ ഒന്നും കിട്ടിയില്ല. അതിൽ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. പിന്നെ 2 പേരെയും കൂടെ ഒരുമിച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു ഓർത്തു. ഞാനപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുമ്പം അവർ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ള പേടിയിലാണ് നിർബന്ധിച്ച് അപ്പം തന്നെ എടുത്ത് 500 രൂപ കൊടുക്കുകയും ചെയ്ത്. ഇതിൽ ആ മീഡിയം ഫ്ലൈ തന്നതിന് എക്സ്ട്രാ 1000 ചോദിച്ച്, വീഡിയോക്ക് വേറെ 500 ചോദിച്ച്. അങ്ങനെ 1500 മൊത്തമായത്. പിന്നെ ഷിനാജ് അവരോട് ബാർഗെയിൻ ചെയ്ത് അത് പറ്റൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നെ വീഡിയോയും ഈ മീഡിയം ഫ്ലൈയും കൂടെ 1000-ന് സെറ്റാക്കി തന്നവർ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 8000 ഫീറ്റ് അല്ലെങ്കിൽ 10000 ഫീറ്റ് മുകളിലാണ് ഇതിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഞാൻ വീണ്ടും പറയുവാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് ട്രൈ ആണ്. പോകുന്നവരെന്തായാലും ഇത് ചെയ്യണം. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ബാർഗെയിൻ ചെയ്തിട്ട് മാത്രം കയറുക. അങ്ങനെ ഞാൻ സേഫ്ലി ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഷിനാജ് ആണെങ്കിൽ അവിടെ എൻ്റെ ഫോൺ ഷിനാജിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. ഫോണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കറക്റ്റ് കിട്ടിയില്ല. കാരണം ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഏതാണ് നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. ഞാനും ഇങ്ങനെ ഷിനാജ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഓടി ഇറങ്ങുമ്പോൾ ഞാൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല ഷിനാജ് എങ്ങോട്ട് പോയെന്നുള്ളത്. എന്താ ഓല് റെഡി ആയി നിന്നല്ലോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? മുതലായോ? കേറിയില്ലെങ്കിൽ നഷ്ടായില്ലേ?
അവിടെ തന്നെ ഇരുന്നോ ഒക്കെ കഴിഞ്ഞ് നീച്ചായി ക്ലിപ്പിംഗ് ഒക്കെ ഇതാക്കും. ഇന്ന് മണാലിയിൽ നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണല്ലോ, അപ്പം ആക്ടിവിറ്റീസാണ് കൂടുതലും ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പം ഇത് പാക്കേജിലുള്ളതാണ് കേട്ടോ. ഇതിനെന്തോ പറയുന്ന ഹാൻഡ്ലൂംസ് ആണ് എന്തോ, അതായത് കൈകൊണ്ട് ഹാൻഡ് മെയ്ഡാണ് ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഇതിൽ കയറുന്നത് പാരാഗ്ലൈഡിങ്ങിന് നമ്മൾ കൊടുക്കണം കേട്ടോ പൈസ. അതൊന്നും പാക്കേജിലുള്ളതല്ല, അത് നമ്മൾ സ്വന്തമായിട്ട് അറിയണം. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ് അങ്ങനത്തെ സംഭവമൊക്കെ വിൽക്കുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയും കയറി നമ്മൾ പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളെ ഡ്രൈവർ ഇവിടെ കൊണ്ടിറക്കിയ ആൾ ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് കഴിക്കുന്നില്ലേന്ന് ചോദിച്ച്. ഞങ്ങളില്ല, നിങ്ങൾ പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ റിവർ റാഫ്റ്റിങ്ങിൻ്റെ അവിടെ നമ്മളോട് ജസ്റ്റ് ഇത് കുറച്ച് നേരം കണ്ടു നിന്ന് അപ്പോഴത്തേക്ക് ആൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് എന്താ 4000-5000 ഒക്കെയാണ് പറഞ്ഞത്. നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മാഗിയും കോഫിയും മൊമോസും കഴിച്ച്. മൊമോസ് വൻ ഫ്ലോപ്പായിരുന്നു, വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നൂഡിൽസും കോഫിയും അടിപൊളിയായിരുന്നു. ഇത് മണാലിയിലെ ബസ്സാണ് കേട്ടോ. അവിടുത്തെ ഗവൺമെൻറ് വണ്ടിയാണോ പ്രൈവറ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് കണ്ടപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിലേക്കാണ്. കുളുവിലുള്ള വൈഷ്ണവി ദേവി ടെമ്പിളും പിന്നെ നാഗർ കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും, രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഡേ ഫുള്ള് കുളുവിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ട് നല്ല അറ്റാച്ച്ഡ് ആയ 2 കപ്പിൾസാണ്. ഇവർ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലാണ് അവർ. അപ്പോൾ നല്ല കമ്പനി കേട്ടോ നമ്മൾ അവരുമായിട്ട്. പിന്നെ അവരുമായിട്ട് കുറേ നേരം ഈ ഒരു റിവർ സൈഡിൽ നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ദേവി ടെമ്പിളും പിന്നെ നാഗർ കാസ്റ്റിലുമാണ്. ഞങ്ങൾക്ക് 3 കപ്പിൾസിനും അങ്ങനെ കയറി കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വർത്താനം പറഞ്ഞ അവിടെ ഇരുന്ന്. ആ റിവർ റാഫ്റ്റിങ്ങിന്റെ അവിടെ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ അത്. മണാലിയിലുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് 6:30ക്കാണ് നമുക്ക് തിരിച്ച് ഡൽഹിക്കുള്ള ബസ്. അപ്പോൾ കുറച്ചധികം സമയം ഉള്ളതുകൊണ്ട് തന്നെ ഈ റിവർ സൈഡിൽ ഇരുന്നിട്ട് നമ്മളങ്ങനെ കുറേ നേരം സംസാരിച്ച്. പിന്നെ ഇവനിങ്ങനെ ഈ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് എന്തൊക്കെയോ സംഭവം അവിടെ പണിയുന്നുണ്ടായിരുന്നു. കുറേ പേര് പക്ഷേ ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത കല്ല് ഉറക്കാൻ പോയതാ. മഞ്ഞ ഇലേൻ്റെ അവിടെ നിന്ന് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. ഇനി പോട്ടെ. എന്തോ കമ്പനി ഉണ്ട്. കുറേ പേരുടെ ഫോട്ടോസ് ഞാൻ ഈ ഒരു പാലത്തിൽ നിന്നിട്ട് എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ആ പ്രോപ്പർ പാലമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു വൈബ് ഇല്ലായിരുന്നു ഈ ഒരു പാലത്തിന്. കാരണം ഈ ഫ്ലാഗ് ഇല്ല, അത് ഭയങ്കര കുറവായിരുന്നു. വണ്ടികൾ പോകുന്ന പാലം കേട്ടോ ഇത്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കൽ കുറച്ച് റിസ്ക് ആണ്. ഓരോ വണ്ടി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. അടുത്ത വണ്ടി വരാനൊക്കെ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളാണ്. കൈയൊക്കെ കോച്ചാൻ തുടങ്ങി, അത്രയ്ക്കും തണുപ്പ് ഇവിടെ. ഭയങ്കര തണുപ്പുണ്ട്. കാറ് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ വണ്ടി വരുമ്പോഴും നമ്മൾ മാറിക്കൊടുക്കണം. പിന്നെ ഇതേപോലെ കുറേ ഹോട്ട് ബലൂൺ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഒരുപാട് ഹൈയിൽ പൊങ്ങി പോകുന്നില്ല. അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ നല്ല ഹൈറ്റിൽ പോകുന്നതെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ അടുത്ത് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫുൾ കറക്കം കഴിഞ്ഞ് മണാലി മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ മണാലി ട്രിപ്പ് ഇവിടുന്ന് അവസാനിക്കുകയാണ്. നേരെ നമ്മളെ ഡ്രൈവർ ബസ് സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് നമ്മളിതേ ബസ് കയറിയിട്ടുണ്ട്. കറക്റ്റ് 6:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ 2 കപ്പിൾസില്ലേ നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, അവർ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ റിവർ സൈഡിൽ തന്നെയാണ് നിന്ന്. അവിടെ നിന്നാണ് കേട്ടോ അവർ ബസ് കയറിയത്. എന്തായാലും മണാലിയിൽ നമ്മൾ നിന്ന് അത്രയും ദിവസം അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ മണാലി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാക്കേജും നല്ല അടിപൊളി പാക്കേജായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ മണാലി പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരുടെ പാക്കേജ് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തായാലും ധൈര്യമായിട്ട് പോയിക്കോ നിങ്ങൾ. അങ്ങോട്ട് നമ്മൾ പോകുന്ന റൂട്ടാണ് കേട്ടോ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഞെട്ടിപ്പോയി ഞങ്ങൾ. ഇങ്ങോട്ട് വരുമ്പം, അതായത് മണാലിക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും രാവിലെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ കണ്ടില്ല. 100-80% റോഡും പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പം താഴെ വീഴുക എന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുള്ള് മലപ്രദേശമല്ലേ, അതുകൊണ്ട് മണ്ണിടിച്ചിലും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരും.
പിന്നെയും നേരെയാക്കും റോഡ്, പിന്നെയും അങ്ങനെയാവും, പിന്നെയും നേരെയാക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ള പോക്കാണ് നമ്മൾ ആ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാതെ തിരിച്ച് നമ്മൾ ഡൽഹിയിലെത്തും. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. കാരണം അത്രക്കും മോശമാണ് കേട്ടോ റോഡ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നുള്ള രീതിയിലാണ് റോഡുകളൊക്കെ നിൽക്കുന്നത്. നമ്മൾ ബസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പം ഈ ഒരു കടയിലാണ് കേട്ടോ നമ്മൾ കയറിയത്. റൊട്ടിയും കടായി പനീർ അങ്ങനത്തെ ഒരു ഐറ്റമാണ് കഴിച്ചത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നത് കൊണ്ട് ഒരു കറിയെ ഞങ്ങൾ വാങ്ങിച്ചു. ഒരു റൊട്ടിക്ക് വരുന്ന റേറ്റ് 20-25 എന്താണ്. കറിക്ക് ഒരു കറിക്ക് 220 രൂപയൊക്കെ വരുന്നുണ്ട്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വന്ന ബസ്സാണ് കിടക്കുന്നത്. ഇവിടെ ആണെങ്കിലും കിടുകിടാ വിറക്കുന്ന തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. ഈ ഒരു തീൻ്റെ അവിടെ പോയിരുന്നപ്പോൾ എന്തൊരു സുഖമായിരുന്നെന്നറിയോ. കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഷിനാജൊക്കെ വിറച്ച് തുള്ളി നിൽക്കുമായിരുന്നു. ഫുഡ് കഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ബാത്റൂമിലൊക്കെ പോയി യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് തിരിച്ച് ബസ്സിൽ കയറി. നമ്മുടെ തൊട്ട് പുറത്തെ സീറ്റിലായിരുന്നു കേട്ടോ ഇവർ. കുറേ നേരം ഇവരോട് നമ്മൾ സംസാരിച്ചിരുന്നിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും സൈഡായി ഉറങ്ങി. പിന്നെ ഡൽഹിയിലെത്തിയപ്പോഴാണ് നമ്മളെല്ലാവരും എഴുന്നേറ്റത്. ഡൽഹിയിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം രാവിലെ ഒരു 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടല്ലേ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഡൽഹിയിൽ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ആയിരുന്നു തണുപ്പ്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷൻ വരെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് അവിടുന്ന് മെട്രോ പിടിച്ചിട്ടാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോയത്. റൂമിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഡൽഹിയിൽ നമ്മൾ വീണ്ടും 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് നേരെ ആഗ്രയ്ക്ക് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനി ഷോർട്സൊക്കെ നമ്മൾ താജ്മഹലിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി ഉടനെ എന്തായാലും വീഡിയോസ് വരുന്നതായിരിക്കും.